ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും സന്ദർശകർ തീർച്ചയായിട്ടും ഇറങ്ങാൻ പാടുള്ളതല്ല. മുന്നറിയിപ്പ് നൽകാനോ രക്ഷാപ്രവർത്തനത്തിനോ ഇനി ലൈഫ് ഗാർഡിന്റെ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. ഒരു കാരണവശാലും സന്ദർശകർ തീർച്ചയായിട്ടും ഇറങ്ങരുത്. കൊല്ലം ബീച്ച് ഇപ്പോൾ പൊതുവെ സുരക്ഷിതമല്ല. ഇവിടെ വന്ന് കുട്ടികളായാലും മുതിർന്നവരായാലും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രത്യേകിച്ചൊരു ഇഷ്ടമാണല്ലോ കടലിലെ വെള്ളത്തിൽ കാലൊന്ന് നനയ്ക്കുക എന്നുള്ളത്. പക്ഷേ മറ്റ് ഏത് ബീച്ചിലേക്കാളും അപകടകാരിയാണ് ഇപ്പോൾ കൊല്ലം ബീച്ച്. ഇപ്പോൾ ഈ ബീച്ചിൽ വലിയ മണൽത്തിട്ടകളൊക്കെ രൂപപ്പെട്ടിരിക്കുകയാണ്. പണ്ട് വരുന്ന ആ ഒരു സമയത്തൊക്കെയുള്ള ഒരു ബീച്ചിൻ്റെ ആ ഒരു പ്രതീതിയൊന്നും അല്ല ഇവിടെ. വരുന്ന മണൽത്തിട്ടകൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഞങ്ങളിരിക്കുന്നിടത്ത് വലിയൊരു മണൽത്തിട്ടയിലാണ് ഞങ്ങളിരിക്കുന്നത്. വെള്ളമൊക്കെ ഇങ്ങനെ കടൽത്തിരകൾ അടിച്ച് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ലൈഫ് ഗാർഡുകൾ വന്നിട്ട് പറഞ്ഞു വിടുകയാണ്. പിള്ളേരെ ആയാലും മുതിർന്നവരെ ആയാലും ആരെ ആയാലും ഈ ഒരു സ്ഥലത്ത് നിർത്തത്തില്ല. കാരണം സന്ധ്യ മയങ്ങുന്ന നേരമൊക്കെ ആകുമ്പോഴത്തേക്കിന് കടൽ കൂടുതലും പ്രക്ഷുബ്ധമാവുമെന്നാണ് അവർ പറയുന്നത്. ലൈഫ് ഗാർഡിൻ്റെ സേവനമൊന്നും അന്നേരം ലഭ്യമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ആൾക്കാർ കയറി പോകാനുള്ള മടിയാണ്. ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. പല അപകടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും ജനം പഠിക്കുകയില്ല. ശരിയല്ലേ? താങ്ക് യു.